നമസ്കാരം. കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന നമ്മുടെ ദേശീയപാത ഉദ്ഘാടന വേദിയിലേക്ക് മന്ത്രി റിയാസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് സമയം മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കാത്തതിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ കോഴിക്കോട് ഒരു റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ദേശീയപാതയിലൂടെ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ മന്ത്രി റിയാസും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഘം ദേശീയപാതയിലൂടെ ഒരു റോഡ് ഷോ നടത്തുകയും ഇത് കേന്ദ്ര സർക്കാരിനെതിരെയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റോഡ് ഷോ ആണെന്നും തന്നെ പങ്കെടുപ്പിക്കാതെയുള്ള ഒരു പ്രതിഷേധമാണ് എന്നുള്ള രീതിയിലൊക്കെ ഈ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റോഡ് ഷോ ഇപ്പം നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കാം മന്ത്രി റിയാസിനെ ഈ ഒരു ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്നും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ചില BJP-യുടെ ആളുകളൊക്കെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് നൽകിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു മന്ത്രി റിയാസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാരും CPM കോഴിക്കോട്ട് ബദൽ പരിപാടി സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച അതേ സമയത്ത് തന്നെ ദേശീയപാതയുടെ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ സമാന്തര റോഡ് ഷോ നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. ജനപ്രതിനിധിയല്ലാത്ത BJP സംസ്ഥാന അധ്യക്ഷന് വരെ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പദ്ധതിയുടെ നിർവഹണത്തിൽ നിർണായക പങ്കുവഹിച്ച വകുപ്പ് മന്ത്രിയെ മാറ്റി നിർത്തിയത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിമർശിച്ചു. ദേശീയപാതാ വികസനം സംസ്ഥാന സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നതെന്നും ചടങ്ങിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട മന്ത്രിയെ ഒഴിവാക്കിയത് ശരിയായ നടപടിയല്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ബദലായുള്ള സമാന്തര ഉദ്ഘാടനമല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവേചനകരമായിട്ടുള്ള നിലപാടിനെതിരെയുള്ള പ്രതീകാത്മകമായ പ്രതിഷേധം മാത്രമാണെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തെ തന്നെ അപമാനിക്കലാണെന്നും മന്ത്രി തുറന്നടിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ മാറ്റി നിർത്തിയ ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളോട് ജീർണിച്ച രീതിയിൽ മറുപടി പറയാൻ താനില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ നടത്തിയ വിപുലമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. വസ്തുതകൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നും കൃത്യമായ വിലയിരുത്തലുകൾ അവർ നടത്തുന്നുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ഇതേസമയം മന്ത്രി റിയാസിനെ ഒഴിവാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ രൂക്ഷമായ പ്രതികരണവുമായി BJP നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന ആരോപണങ്ങളെ തള്ളിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. പരാതിയുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് തന്റെ അമ്മായിയപ്പനോട്, അതായത് മുഖ്യമന്ത്രിയോട് പോയി പറയട്ടെ എന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കാൻ ഇത് കുടുംബ പരിപാടിയല്ലെന്നും സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാനമായ രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും റിയാസിനെ പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും എന്നാൽ മരുമകനെ പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ് റിയാസ് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചടങ്ങിൽ ഏതൊക്കെ മന്ത്രിമാർ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. റിയാസിനെ ക്ഷണിക്കാത്തതിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ലെന്നും അദ്ദേഹം തിരിച്ചു ചോദിച്ചു. മരുമകൻ വരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെങ്കിൽ 7 ദിവസം മുമ്പ് തന്നെ ഇക്കാര്യം അറിയിക്കേണ്ടിയിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചടങ്ങ് ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്ന് അദ്ദേഹം ആരോപണമുയർത്തി. വിവാദം മനഃപൂർവ്വം സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ പട്ടികയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി.